So our next topic wire electrical discharge machining. Heading ആയിരിക്കും. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? പറഞ്ഞേ. അതെ, ഇത്ര നേരം പഠിച്ചത് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ആണ്. ഇനി അടുത്തോട് പഠിക്കുന്നത് വയർ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിങ്. അതായത് ഇവിടെ ഇവിടെ ഒരു ഡിഫറൻസ്, ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വയറാണ്. ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സോ ഇവിടെ നമുക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇ ഡി എം നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് WEDM. സോ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. ന്യൂമറിൻ്റെ കൂടെ ഇത് പോക്കോണേ. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC. Second one, power supply. Third one, mechanical system. Fourth one, dielectric system. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ WEDMനകത്ത് 4 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, സെക്കൻഡ് വൺ പവർ സപ്ലൈ, തേർഡ് വൺ മെക്കാനിക്കൽ സിസ്റ്റം, ഫോർത്ത് വൺ ഡൈഇലക്ട്രിക് സിസ്റ്റം. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ 4 കമ്പോണൻസ് ഓഫ് WEDM എന്താണ്? 4 കമ്പോണൻസ് ഓഫ് WEDM എന്താണ്? ഇതൊക്കെയാണ്. മനു സുനിൽ പറഞ്ഞേ. മനു സുനിൽ. ഹലോ. പറഞ്ഞു. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. ഓക്കെ. പവർ സപ്ലൈ. ഓക്കെ. മെക്കാനിക്കൽ സിസ്റ്റം, ഡൈഇലക്ട്രിക് സിസ്റ്റം. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിൻ്റെ ഫിഗർ വരയ്ക്കാം. എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ ഫിഗർ വരച്ചോണം. ഓക്കെ.
വരയ്ക്കുന്നുണ്ടോ എല്ലാവരും? വരയ്ക്കുന്നുണ്ടോ? ശരി. ഓക്കെ.
ഫിഗർ വരച്ചു കഴിഞ്ഞോ? ഫിഗർ വരച്ചു കഴിഞ്ഞോ? ഫിഗർ വരച്ചു കഴിഞ്ഞോ? ഈ ഫിഗർ സെൽഫ് എക്സ്പ്ലനറ്ററി അല്ലേ? ഈ ഫിഗർ വെച്ചിട്ട് WEDMൻ്റെ വർക്കിംഗ് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ ഫിഗർ വെച്ചിട്ട് WEDMൻ്റെ വർക്കിംഗ് ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? മനു? ഹലോ. ആ, ഈ ഫിഗർ കണ്ടോ? ഹലോ സാർ. ഫിഗർ കണ്ടോ? ആ കണ്ടു. ഈ ഫിഗറിനകത്ത് എന്ത് മനസ്സിലായതെന്ന് പറഞ്ഞേ, എന്ത് മനസ്സിലായത് മാത്രം. എന്താ ഈ ഫിഗറിനകത്ത് മനസ്സിലായത്? ആർക്ക് പറയാൻ പറ്റും? ദിവ്യ എസ് പ്രകാശ് ഉണ്ടോ? ദിവ്യ എസ് പ്രകാശ്, ആ പറയൂ. ഫിഗറിനകത്തുനിന്ന് എന്താ ദിവ്യക്ക് മനസ്സിലായ? ആ പറഞ്ഞോ, എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഫിഗറിനകത്ത് ഇത് എന്താണ് മനസ്സിലായ കാര്യം പറ. EDMും WEDM തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മൾ EDMനകത്ത് ഒരു ഇലക്ട്രോഡ് കാണും, ഒരു ടൂള് കാണും. ടൂള് വർക്ക് പീസ് തമ്മിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഇവിടെ അതിന് പകരം ഈ ഇലക്ട്രോഡിന് പകരം എന്താണ് വെക്കുന്നത്? ഒരു വയറാണ്. ഞാൻ തന്നെ പറയാം. ഇതുകൊണ്ട് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വയർ പുള്ളിയുണ്ട്. ഈ വയർ പുള്ളി ഒരു വയർ ഗൈഡിനകത്തൂടെ ഒരു വയർ ഗൈഡിനകത്തൂടെ നമ്മൾ കടത്തി വിടുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കാണിക്കുന്ന സൂം ചെയ്ത് കാണിച്ചേക്കുവാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട സ്ലോട്ട്. ഇതിനകത്തൂടെ ഇത് കടന്നു പോകുന്നത് വയർ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സ്ലോട്ടും ഈ ഒരു മെറ്റീരിയലും ഈ വയർ തമ്മിലുള്ള ചെറിയ ഗ്യാപ്പാണ് സ്പാർക്ക് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഗ്യാപ്പ് കൊണ്ടിട്ട് അവിടെ ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. ആ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ്, ആ ഹീറ്റ് വെച്ചിട്ട് മെറ്റൽ മെൽറ്റ് ചെയ്യും. അങ്ങനെ ആ മെൽറ്റ് ചെയ്ത മെറ്റലിനെ ആ ഓഫ് ടൈമിൽ സോൾഡിഫൈ ചെയ്ത സമയത്ത് ആര് വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോകും? ഈ ഡൈലക്ട്രിക് മീഡിയം ഒരു പമ്പ് വെച്ച് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് റിമൂവ് ചെയ്ത മെറ്റലിനെ ഈ ഡൈലക്ട്രിക് മീഡിയം ഫ്ലഷ് ചെയ്തുകൊണ്ട് പോകും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വെരി സിമ്പിൾ വർക്കിംഗ്. ഒറ്റ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ ടൂൾ മാറ്റിയിട്ട് അവിടെ എന്ത് വെച്ചു, ഒരു വയർ വെക്കുന്നു. ആ വയറും വർക്ക് പീസിനും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് നമ്മുടെ സ്പാർക്ക് ഗ്യാപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാം സെയിം അറേഞ്ച്മെൻറ്റ്. മനസ്സിലാവോ? ഫിഗർ എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ഫിഗർ എല്ലാവരും വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് 1 by 1 പഠിക്കാം. വരച്ചു കഴിഞ്ഞേ? മാറ്റാമല്ലോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ CNC ആണ് പഠിക്കുന്നത്. CNC സിസ്റ്റം അല്ലേ ഇതിനകത്ത് ഫസ്റ്റ് സിസ്റ്റം. അപ്പോൾ CNC സിസ്റ്റം എഴുതി. CNCയുടെ കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ CNC ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ്. എനേബിൾ CNC ഉപയോഗിക്കുന്നുണ്ട്. സ്കെയിലിംഗ്, മിറർ ഇമേജിങ്,
റൊട്ടേഷൻ, ആക്സിസ് എക്സ്ചേഞ്ച്, ഇത്രയും കാര്യങ്ങളൊക്കെ CNC യൂസ് ചെയ്ത് CNCയുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കെയിലിംഗ്, മിറർ ഇമേജിംഗ്, റൊട്ടേഷൻ, ആക്സിസ് എക്സ്ചേഞ്ച്, ഇതുപോലെ കുറച്ച് കാര്യം. ഇത് മാത്രമല്ല ഡിസ്പ്ലേ ഗ്രാഫിക്സ് ഓഫ് പ്രോഗ്രാം while machining is run. മെഷീനിങ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കും. CNC സ്ക്രീനകത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഗ്രാഫിക്സ് എന്ത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആവും. നമ്മുടെ മനസ്സിലായില്ലേ? കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി, മോർ യൂസർ ഫ്രണ്ട്ലി ഡ്യൂ ടു CNC. ഓക്കെ, അടുത്ത നമ്മൾ പവർ സപ്ലൈ നമ്മൾ പറഞ്ഞു. പവർ സപ്ലൈ സപ്ലൈയുടെ ഫങ്ഷൻ എന്തുവാ പറഞ്ഞ്? പവർ സപ്ലൈയുടെ ഫങ്ഷൻ എന്തുവാ? ഒരു സെക്കൻഡ്. പവർ സപ്ലൈയുടെ ഫങ്ഷൻ എന്തുവാ? നിങ്ങൾ തന്നെ പറഞ്ഞു. നമ്മൾ നേരത്തെ പവർ സപ്ലൈ എന്തിനായിരുന്നു? പ്രൊവൈഡ് എനർജി ഫോർ പ്രൊഡ്യൂസിങ് സ്പാർക്ക്. ബിറ്റ്വീൻ സ്പാർക്ക് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ, എന്തിൻ്റെ ഗ്യാപ്പിലാണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാപ്പ് ബിറ്റ്വീൻ. Power supply the function to provide energy for producing spark in the gap between wire and വർക്ക് പീസ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറയാൻ പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ സിസ്റ്റമാണ് മെക്കാനിക്കൽ സിസ്റ്റം. മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് combination of work table, work stand, wire drive mechanism. Okay, combination of work table, വർക്ക് സ്റ്റാൻഡ്, വയർ ഡ്രൈവ് മെക്കാനിസം എല്ലാം കൂടെ ചെയ്യുന്നതാണ് മെക്കാനിക്കൽ സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വയറിൻ്റെ നമ്മൾ സാധാരണ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വയറിൻ്റെ ഡയമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേന് 0.004 ഇഞ്ച് മുതൽ ടു 0.014 ഇഞ്ച് വരെയാണ് നോർമലി യൂസ് ചെയ്യുന്ന വയറിൻ്റെ ഡയമീറ്റർ. ഓക്കെ അല്ലേ? വയർ ഡയമീറ്റർ നോർമലി യൂസ്ഡ്, വയർ ഡയമീറ്റർ നോർമലി യൂസ്ഡ് 0.004 ഇഞ്ച് ടു 0.14 ഇഞ്ച്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? Yes, sir. പിന്നെ ഇതിനകത്ത് വയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയർ ഗൈഡ് ഉണ്ട് അല്ലേ? വയർ പാസസ് ത്രൂ വയർ ഗൈഡ്. ഈ വയർ ഗൈഡ് കൂടെ പാസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ടു മെയിൻറ്റെയിൻ ടെൻഷൻ. ഈ വയർ ലൂസായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെഷീനിങ് അത്ര പ്രോപ്പർ മെഷീനിങ് നടക്കുമോ? ഈ വയർ ലൂസായിട്ട് കിടന്നാൽ നമുക്ക് പ്രോപ്പർ മെഷീനിങ് നടക്കുമോ? വയർ ലൂസായിട്ട് കിടന്നാൽ നമുക്ക് പ്രോപ്പർ മെഷീനിങ് നടക്കുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയറിനകത്ത് ഒരു റിക്വയർഡ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്?
എന്തുപയോഗിക്കുന്നുണ്ട്? വയർ ഗൈഡ്. വയർ ഗൈഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഡൈഇലക്ട്രിക് സിസ്റ്റം. ഇത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് പേരും അതിൻ്റെ ഓവറോൾ സെറ്റപ്പ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡൈഇലക്ട്രിക് സിസ്റ്റം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഡൈഇലക്ട്രിക് സിസ്റ്റം WEDF യൂസ് ചെയ്യുന്നത് ഡീ അയണൈസ്ഡ് വാട്ടറാണ്. ഡീ അയണൈസ്ഡ് വാട്ടറാണ് അല്ലേ? അപ്പോൾ ഈ ഡൈഇലക്ട്രിക് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു വാട്ടർ റിസർവോയർ ഉണ്ട്, പിന്നെ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ? അവിടെ അതിനകത്ത് ഫിൽട്രേഷൻ കണ്ടോ? ഫിൽട്ടർ ഇല്ലേ? ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ഡീ അയോണൈസേഷൻ സിസ്റ്റം അതിനകത്ത് കാണിച്ചില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പമ്പ് ഉണ്ട്, പിന്നെ ചില്ലർ യൂണിറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് ഡൈഇലക്ട്രിക് സിസ്റ്റത്തിനകത്ത്? ഇത് നമുക്ക് ഡീ അയണൈസ്ഡ് വാട്ടറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡീ അയണൈസ്ഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ വാട്ടർ റിസർവോയർ ഓൾറെഡി ഉണ്ട്, വെള്ളം സ്റ്റോർ വെക്കാൻ വേണ്ടി റിസർവോയർ. പിന്നെ നമുക്ക് ഫിഗറിനകത്ത് കാണിക്കുന്ന ഫിൽറ്റർ ഉണ്ട്, പമ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ചില്ലർ, അതായത് ഇതൊരു കൂളിംഗ് ഏജൻറ്റ് കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ മാത്രമേ അതിന് ഹീറ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ചില്ലർ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ആണോ? ഇറ്റ്സ് ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാ ഡൈഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? നോർമലി ഡൈഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? നോർമലി ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? അതെ, അതായത് അവിടെ ഫോം ചെയ്യുന്ന ടു ഫ്ലഷ് ഇത് മെറ്റൽ ഡബ്രീസ് ഫോം ഡ്യൂറിങ് ദി മെൽറ്റിംഗ്. ആണോ? മെൽറ്റ് ചെയ്ത് ഫോം ചെയ്ത മെറ്റൽ ഡെബ്രീസിനെ ഫ്ലഷ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആറ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? WEDFിൻ്റെ 4 കമ്പോണൻസ് പഠിച്ചു. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ CNC ആണ്. CNC ഇവിടെ എനേബിൾ ചെയ്യുന്നത് സ്കെയിലിംഗ്, മിറർ ഇമേജിങ്, റൊട്ടേഷൻ, ആക്സിസ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഗ്രാഫിക് ഡിസ്പ്ലേ കാണാൻ പറ്റും അല്ലേ? അത്രയും കാര്യങ്ങളാണ് അതിനെക്കൊണ്ട് പറഞ്ഞത്. സെക്കൻഡ് ആണ് പവർ സപ്ലൈ. പവർ സപ്ലൈയുടെ ഫംഗ്ഷൻ എന്താണ്? പവർ സപ്ലൈയുടെ ഫംഗ്ഷൻ എന്താണ്? Energy supply for producing spark in the gap between wire and workpiece. The mechanical system is a combination of work table, work stand and wire drum mechanism. The wire normally used is 0.004 inch to 0.14 inch and wire passes through wire gauge to maintain. Wire gauge in the function എന്തുവാ? To maintain. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഡൈഇലക്ട്രിക് സിസ്റ്റമാണ്. ഡൈഇലക്ട്രിക് സിസ്റ്റം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീ അയണൈസ്ഡ് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ റിസർവോയർ ഉണ്ട്, ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്, ഡീ അയണൈസേഷൻ സിസ്റ്റം, പമ്പ്, ചില്ലർ യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പാർട്സ് എല്ലാം പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ടോ? നോട്ട്സ് എഴുതുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോ. എന്ത് പറ്റി?
യെസ് സാർ എന്ന് പറഞ്ഞു. ഏതാ? നോട്ട് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അവൻ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡബ്ല്യു ഇതൊക്കെ നിങ്ങൾക്ക് ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആ ഫിഗർ മാത്രം പഠിച്ച് ആ ഹെഡ് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരിക്കലും ഇത് ബൈഹേർട്ട് ചെയ്യരുത്, മനസ്സിലായില്ലേ? നോട്ട് ബുക്ക് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ ഒരു തവണയെങ്കിലും എഴുതി വെക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വീണ്ടും ഡബിൾ എഫേർട്ട് ഇടേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ചോദിക്കുന്നത്, എഴുതുകയും ചോദിക്കുന്നത്. അടുത്തത് ഹെഡിങ് എഴുതിക്കോ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ. വർക്കിംഗ് പ്രിൻസിപ്പൾ spark generation same as that of എന്താ പറഞ്ഞത്? ഹലോ, വേറെ ആരോട് സംസാരിക്കുകയാണോ അവിടെ? ഏതാ? ഓക്കെ, ആ സ്പാർക്ക് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ EDMനകത്ത് സ്പാർക്ക് ജനറേഷൻ എങ്ങനെയായിരുന്നു? EDMനകത്ത് സ്പാർക്ക് ജനറേഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? ടൂളും വർക്ക് പീസും തമ്മിൽ നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യും, ആണോ? എങ്ങനെയായിരുന്നു? അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, ആണോ? അപ്പം നമ്മൾ ടൂള് എന്ത് എമിറ്റ് ചെയ്യും? ടൂൾ എന്ത് എമിറ്റ് ചെയ്യും? ടൂൾ എന്ത് എമിറ്റ് ചെയ്യും? ഇലക്ട്രോഡ്സിനെ എമിറ്റ് ചെയ്യും. മറന്നോ? ഇതൊക്കെ ചോദിക്കും കേട്ടോ. സ്പാർക്ക് ജനറേഷൻ മെക്കാനിസം ഇൻ EDM എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്ര സ്പെസിഫിക് ആയിട്ട് പറയണം, അല്ലാതെ ഇങ്ങനെ നമ്മൾ സർഫസ് ലെവലിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. അതായത് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പവർ സപ്ലൈയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ടൂള് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഡൈഇലക്ട്രിക് മീഡിയത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ അയോൺസ് ഫോം ചെയ്യുന്നു. ഈ അയോൺസ് ഇലക്ട്രോൺസ് തമ്മിൽ ബൊംബാർഡ്മെൻറ്റ് നടക്കുന്നു, അവിടെ ഹീറ്റ് ജനറേഷൻ നടക്കുന്നു, മെറ്റൽ മെൽറ്റ് ചെയ്യുന്നു. ആ മെൽറ്റ് ചെയ്യുന്ന മെറ്റലിനെ ആര് ഫ്ലഷ് ചെയ്തുകൊണ്ട് പോകുന്നു? ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് ഒന്ന് ഓൾമോസ്റ്റ് സെയിം ആണ്. എങ്കിൽ നമുക്ക് EDMൻ്റെ WEDMൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്ന മാതിരി സ്പാർക്ക് ജനറേറ്റ് ചെയ്യും ബിറ്റ്വീൻ, നേരത്തെ ടൂൾ ആൻഡ് വർക്ക് പീസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ബിറ്റ്വീൻ വയർ ആൻഡ് വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്പാർക്ക് കൊണ്ട് 15,000 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 21,000 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ടെമ്പറേച്ചർ മെൽറ്റ് ചെയ്യുന്നത്. ഇത്ര ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് മെറ്റൽ മെൽറ്റ് ചെയ്യും. ഈ മെറ്റൽ മെൽറ്റ് ചെയ്യുന്നത് സ്പാർക്ക് ഓൺ ടൈമിലല്ലേ? സ്പാർക്ക് ഓൺ ടൈം എന്താണെന്നൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ? സ്പാർക്ക് ഓൺ ടൈം എന്താണ് സ്പാർക്ക് ഓൺ ടൈം?
കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രോസസ് പാരാമീറ്റേഴ്സ് ഓഫ് ഇ ഡി എം എന്നും പറഞ്ഞ് സ്പാർക്ക് ഓൺ ടൈം സ്പാർക്ക് ഓഫ് ടൈം ഒക്കെ പറഞ്ഞാണ്. വാട്ട് ഈസ് സ്പാർക്ക് ഓൺ ടൈം? Duration of time current is allowed. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമിനെ പറയുന്നത്. ആ സമയത്തായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? മോൾട്ടൺ മെറ്റൽ മെൽറ്റ് ആവുന്നത് ആ സമയത്തായിരിക്കും. ആണോ? അല്ലേ? അപ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്നത് ഏത് സമയത്താ? സ്പാർക്ക് ഓഫ് ടൈം. ഇവിടെ അതുപോലെ തന്നെ സ്പാർക്ക് ഓഫ് ടൈമിലാണ് മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു സോളിഡിഫൈഡ് മെറ്റലിനെ ആര് ഫ്ലഷ് ചെയ്യും? ആര് ഫ്ലഷ് ചെയ്യും? ഡയലക്ട്രിക് മീഡിയം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം എഴുതുമ്പോഴത്തേനും പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്തെടുത്ത് നിങ്ങൾ പോയിന്റ് വൈസ് തന്നെ എഴുതുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ പഠിച്ച സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ എടുത്താൽ മതി അല്ലേ? ഓക്കെ അല്ലേ? അതിൻ്റെ രീതിയിൽ നമ്മുടെ WDMൻ്റെ രീതിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ ഇ ഡി എമ്മിനകത്ത് പ്രോസസ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു? സ്പാർക്ക് ഓൺ ടൈം, സ്പാർക്ക് ഓഫ് ടൈം, കുറച്ച് പഠിച്ചില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്പാർക്ക് ഓൺ ടൈം, സ്പാർക്ക് ഓഫ് ടൈം, പിന്നെന്തായിരുന്നു? സ്പാർക്ക് ഗ്യാപ്പ്, ഡിസ്ചാർജ് കറണ്ട്, വോൾട്ടേജ്, ഡ്യൂട്ടി സൈക്കിൾ. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്രോസസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഞാൻ ആദ്യം എല്ലാം ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫ്രീക്വൻസി, സെക്കൻഡ് വൺ വയർ പൊസിഷനിങ്, തേർഡ് വൺ വയർ ടെൻഷൻ, ഫോർത്ത് വൺ ഇലക്ട്രോഡ് വയർ മെറ്റീരിയൽ, ഫ്രീക്വൻസി, വയർ പൊസിഷനിങ്, വയർ ടെൻഷൻ, ഇലക്ട്രോഡ് വയർ മെറ്റീരിയൽ. ഇത്ര എഴുതിയോ? ഇതൊന്നും ബൈഹേർട്ട് ചെയ്യരുത്. നമ്മുടെ WEDMനെ കുറിച്ച് ഓർക്കുമ്പം ഫ്രീക്വൻസി ഫസ്റ്റ് പോയിന്റ്, പിന്നെ വയർ എവിടെ വെക്കണം, വയറിൻ്റെ പൊസിഷനിങ് അത് രണ്ടാമത്തെ, പിന്നെ വയറിൻ്റെ ടെൻഷൻ അത് തേർഡ് വൺ. ഓക്കെ, ഏത് ടൈപ്പ് മെറ്റീരിയലാണോ വയറിന് ഉപയോഗിക്കുന്നത് അത് ഫോർത്ത് വൺ. പിന്നെ നമ്മൾ നോർമലായിട്ട് പറയുന്ന പോലെ ഡയലക്ട്രിക് ഫ്ലൂയിഡും പിന്നെ അതിൻ്റെ ഫ്ലഷിങ് പ്രഷറും. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് WEDMനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓരോ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? നോട്ട്സ് എഴുതുന്നുണ്ടോ? നോട്ട്സ് എഴുതി പോണേ. നോട്ട്സ് ചെയ്തതിനകത്ത് നിങ്ങൾ മടി വിചാരിക്കരുത് ദയവ് ചെയ്ത്. നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇത് മൊത്തം ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ വായിക്കേണ്ടി വരും. നോട്ട് എഴുതുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ഇതിനകത്ത് കടന്നു പോയ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും ഒരു തവണ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് വായിക്കുന്ന സമയത്ത് ആ ഒരു മെമ്മറി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെ എടുക്കുക. അതുകൊണ്ടാണ് നോട്ട് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ നോട്ട് ചെയ്യുന്നത്
എന്താ പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിനകത്ത് സെൻറ്റൻസുകൾ അതേപോലെ ഒന്നുമില്ല, അതിനകത്തുനിന്ന് ഏറ്റവും വേണ്ട പോയിന്റ്സ് മാത്രം എടുത്താണ് എഴുതുന്നത്. ഓക്കെ, അപ്പം ഏതൊരു PPT-യെക്കാട്ടിലും ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഈ നോട്ട്സ് പഠിക്കാൻ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ അടുത്തത് നമുക്ക് 1 by 1 നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറ്റ് ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഫ്രീക്വൻസി കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഫ്രീക്വൻസി കൂടുതലാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്ക് എന്തോ അതുകൊണ്ട് ഫിസിക്കലി നിങ്ങൾക്ക് എന്തോ മനസ്സിലായത്? ഒരു സെക്കൻഡിൽ 10 സ്പാർക്ക് ഉണ്ടാവുന്നതാണോ, ഒരു സെക്കൻഡിൽ 5 സ്പാർക്ക് ഉണ്ടാവുന്നതാണോ ഫ്രീക്വൻസി കൂടുതൽ? അത് തന്നെ. അപ്പോൾ ഫ്രീക്വൻസിയുടെ മീനിങ് എന്താണ്? ഹൈ ഫ്രീക്വൻസിയുടെ മീനിങ് എന്താണ്? അറ്റ് എ ഗിവൺ ടൈം കൂടുതൽ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് ഹൈ ഫ്രീക്വൻസി എന്ന് പറയും അല്ലേ? അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസി, അപ്പോൾ കൂടുതൽ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേന് അവിടെ ഉണ്ടാകുന്ന കറണ്ട് കുറവായിരിക്കും. ഓരോ സ്പാർക്കിലും ഉണ്ടാകുന്ന കറണ്ട് കുറവായിരിക്കും. കാരണം കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടുന്നില്ല. കാരണം ഓരോ സ്പാർക്കും ജനറേറ്റ് പെട്ടെന്ന് ഇല്ലാതാവുന്നു, പിന്നെ അടുത്ത സ്പാർക്ക് ഉണ്ടാവുന്നു, പെട്ടെന്ന് ഇല്ലാതാവുന്നു, അടുത്ത സ്പാർക്ക് ഉണ്ടാവുന്നു, അങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഒരു സ്പാർക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. ഇത്ര സെക്കൻഡ് പോലും മില്ലി സെക്കൻഡ് പോലും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അറ്റ് ഹൈ ഫ്രീക്വൻസി ആംപിയറേജ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ലോവർ മെറ്റീരിയൽ റിമൂവ് റേറ്റ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആംപറേജ് റിഡ്യൂസ് ചെയ്ത് അതുമൂലം എന്ത് കുറയാൻ സാധ്യതയുണ്ട്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ലോ ഫ്രീക്വൻസി ആവാൻ പാടത്തില്ല, പക്ഷേ ഒരു മീഡിയം റേഞ്ച് ഫ്രീക്വൻസിയാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. അടുത്തത് വയർ പൊസിഷനിങ്. സെക്കൻഡ് പാരാമീറ്റർ എന്താണ്? Wire position. It is very necessary, very important ഓക്കെ. അപ്പോൾ അവിടെയാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് സ്റ്റക്ക് ആയിരിക്കുവാണ്. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. It is very important to hold the wire in a designated position. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്ന പൊസിഷനിൽ ആ വയറിനെ ഹോൾഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പല ഡിസ്റ്റർബൻസും ഉണ്ടാവും. കാരണം നമുക്കൊരു സാധനം നമുക്ക് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും കാണും. അപ്പോൾ എഗെയിൻസ്റ്റ് ദ ഡിസ്റ്റർബൻസസ് ലൈക്ക്
against the disturbances like oscillations, വയർ ആൻഡ് വർക്ക് പീസ്. ഈ വയറും വർക്ക് പീസും ഒക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിലേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു ഓക്സിലേറ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ വയറിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഹോൾഡ് ചെയ്ത് വെക്കുന്നത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടു മെയിൻറ്റെയിൻ ദി ഗ്യാപ്പ് അല്ലേ. ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രം അവിടെ പല ഡിസ്റ്റർബൻസ്, ഇപ്പോൾ വർക്ക് പീസ് അല്ലെങ്കിൽ ടൂളിൻ്റെ ഓസിലേഷൻസ്, വർക്ക് പീസ് അല്ലെങ്കിൽ വയറിൻ്റെ ഓസിലേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ എന്താണ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു എന്തുണ്ടാവത്തുള്ളൂ, സ്പാർക്ക് ജനറേറ്റ് ആവത്തുള്ളൂ അല്ലേ. ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. വയർ പൊസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹോൾഡ് ദി വയർ ഇൻ ദി designated position against disturbance like oscillations of wire and workpiece to maintain the gap അല്ലേ. Sir. ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. അതെ, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് അതേ സെൻറ്റൻസ് ഒന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു എൻ്റേതായിട്ടുള്ള രീതിയിലൊരു സെൻറ്റൻസാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വയർ പൊസിഷനിങ്ങിൻ്റെ പാരാമീറ്ററിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പല ഡിസ്റ്റർബൻസസും ഉണ്ടാവും. ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും, വർക്ക് പീസ് ഓസിലേറ്റ് ചെയ്യും അപ്പോൾ അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ആ ഒരു പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്യാപ്പ് അവിടെ ആ കറക്റ്റ് ഗ്യാപ്പ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ പ്രോപ്പർ സ്പാർക്ക് ജനറേഷൻ അവിടെ ഉണ്ടാകത്തുള്ളൂ അല്ലേ. ഇത്രയും ക്ലിയർ ആവും. അടുത്ത തേർഡ് പാരാമീറ്റർ എന്തായിരുന്നു? തേർഡ് പാരാമീറ്റർ എന്തായിരുന്നു? വയർ വയർ ടെൻഷൻ അല്ലായിരുന്നു? ഓക്കെ, ഇൻക്രീസ് ഇൻ ടെൻഷൻ increases cutting speed and accuracy. നമ്മളൊരു ടൈറ്റായിട്ട് വലിച്ചു നിർത്തിയേക്കുന്ന ഒരു വയറാണോ ബെറ്റർ ഫോർ കട്ടിങ്, അതോ ലൂസായിട്ട് വിട്ടേക്കുന്ന വയറാണോ ബെറ്റർ ഫോർ കട്ടിങ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ടൈറ്റായിട്ട് പിടിച്ചു കിട്ടുന്ന ലൂസായിട്ട് വെച്ചേക്കുന്നതാണോ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം? ഓക്കെ, വയർ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കട്ടിങ് സ്പീഡും ആക്യുറസി എല്ലാം കൂടും. അപ്പോൾ നമ്മൾ ക്ലാസ് ഒരു അവറോട് ഇല്ല, ലാസ്റ്റ് അവർ നമുക്ക് ബാക്കി ലാസ്റ്റ് അവർ എടുക്കാം. ഓക്കെ, അപ്പോൾ